ഫട്ടോഡയിൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വീണ്ടും പരാജയപ്പെട്ടു. ഈ സീസണിലെ 11ാമത്തെ തോൽവി. അങ്ങനെ ഈ ഒരു പ്ലേ ഓഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു, അതായത് നേരിയൊരു സാധ്യത ടെക്നിക്കലി ഉണ്ടായിരുന്നത്, അതും അസ്തമിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ 3 മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ആ 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നൊരു ഗംഭീര പ്രകടനമൊന്നും ഇനി പ്രതീക്ഷിക്കുന്നില്ല. അർത്ഥത്തിൽ എന്തായാലും പ്ലേ ഓഫ് അവസാനിച്ചു. ആ മോഹമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു എന്ന് പറയാം. പിന്നെ മത്സരം പറയുകയാണെങ്കിൽ ഗോവ നന്നായിട്ട് കളിച്ചു, ഇന്റലിജന്റ് ആയിട്ട് കളിച്ചു. അവർ ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് കളിച്ചു, ബോൾ ഹോൾഡ് ചെയ്ത് കളിച്ചു. പിന്നീട് അവർ കറക്റ്റായിട്ട് അറ്റാക്ക് ഇന്റൻസിഫൈ ചെയ്തു. അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നേടി. ഗൊരച്ചേന 46 മിനിറ്റ് ഗോൾ നേടി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവർ ലീഡ് ആഡ് ചെയ്തു, 2-0 വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. മനാലോ മാർക്കസിന്റെ ഒരു ടാക്ടിക്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ചെറുത്തുനിൽപ്പും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ കളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കുറെ മിസ് പാസസുകളും ബാക്ക് പാസസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി, ഒരു ലക്ഷ്യബോധമില്ലാതെ കളിച്ചു. ആദ്യത്തെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് അടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് 83ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഹിമനസിന്റെ ഒരു ഷോട്ടാണെങ്കിൽ ഒരു ദുർബലമായ ഷോട്ട്. ഹിമനസ് ഒക്കെ മേലനങ്ങാതെ കളിക്കുന്ന പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ജീസസ് ഹിമനസ് എന്നുള്ള പ്ലെയറിന്റെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. നോഹയെ പോലെയോ അല്ലെങ്കിൽ പെപ്രയെ പോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ബോക്സിലേക്ക് കുതിച്ചു കയറുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ ഹിമനസ് കുറച്ച് ഫ്രീ സ്പേസ് ഒക്കെ കിട്ടും. ഇപ്പൊ നോഹയൊക്കെ മാർക്ക് ചെയ്യുമ്പോഴാണ് ഹിംനസ് ഫ്രീ ആവുന്നത്. അത് യൂട്ടിലൈസ് ചെയ്ത് ഗോൾ നേടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ഒരു ഹാർഡ് വർക്കിംഗ് ആയുള്ള ഒരു സ്ട്രൈക്കർ അല്ല, അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ലൂണയൊക്കെ വെറുതെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ഓടുന്നു എന്നല്ലാതെ ഒരു ലക്ഷ്യബോധത്തോടെ കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ യാതൊരു ഡിസിപ്ലിനും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കൾപ്രിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന മിലോസ് ആണ്. കാരണം മിലോസ് ഒച്ചെറിയുന്ന വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെ ഒരു ഫോറിൻ സെൻട്രൽ ബാക്ക് ആണെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് തോന്നുന്നത്. 2 ഗോളും മിലോസിന്റെ ഒക്കെ ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഗൊരച്ചേന ഫസ്റ്റ് ഗോൾ നേടുമ്പോൾ, അതായത് ഒരു റീബൗണ്ട് കൂടിയാണ് ആ ഗോൾ നേടിയത്. ആ റീബൗണ്ട് അദ്ദേഹം അടിക്കുമ്പം ആ ഒരു പരിസരത്ത് മിലോസ് ഇല്ല. ഒരു സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക എന്നുള്ള ബേസിക് ആയുള്ള ഒരു ഡ്യൂട്ടി പോലും മിലോസും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഗോൾ ആണെങ്കിലും യാസർ, അത് ഗൊരച്ചേനയുടെ ഒരു മനോഹരമായുള്ള ഒരു പാസ്സായിരുന്നു. അത് കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് കാല് വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ യാസറും ഫ്രീ ആയിരുന്നു. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. അപ്പം ഇതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കാര്യമായിട്ട് ചെയ്യാൻ, ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. പിന്നെ പുതിയ ഗോൾ കീപ്പർ കമൽജിത്ത് ആദ്യ ഹാഫിൽ 1-2 നല്ല സേവുകളൊക്കെ നടത്തി. പക്ഷെ അപ് ടു ദ മാർക്കല്ല. ആ ഒരു ഗോൾ, ഫസ്റ്റ് ഗോൾ അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അത് കറക്റ്റായിട്ട് സച്ചിനെ പോലെ തന്നെ അദ്ദേഹം നേരെ അതങ്ങ് തട്ടി അകറ്റി ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ഉണ്ടായിരുന്ന പ്ലെയർ ഗോൾ നേടി. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. പ്ലെയേഴ്സ് എല്ലാം വളരെ മോശമായുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം നമുക്ക് പറയാനുള്ളത് ഐമൻ്റെ ഒരു കാമിയോ റോളാണ്. ഐമൻ സെക്കൻഡ് ഹാഫിൽ വന്ന് അത്യാവശ്യം നല്ല സ്കില്ലോടെ കളിച്ചു. അതുകൂടാതെ 1-2 ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ബോക്സൊക്കെ ഒന്ന് ചൂട് പിടിച്ചത് ഐവൻ വന്നതിന് ശേഷമാണ്. പിന്നെ വേറെ കാര്യമായിട്ട് ഇപ്പം നവോച്ചയുടെ ഭാഗത്ത് നിന്ന് ഐവന്റെ ഭാഗത്ത് നിന്നും അത്യാവശ്യം ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവർ ശ്രമിച്ചു. പിന്നെ എല്ലാം ലഗാറ്ററൊക്കെ ഒരു ആവറേജ് പ്ലെയർ ആണെന്ന് മനസ്സിലായി. കാരണം അതിനപ്പുറം ഒന്നും ലഗാറ്ററിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇന്റൻസിറ്റിയോടുള്ളൊരു അപ്രോച്ച് ഗെയിമിനെ കുറിച്ചുണ്ടായിരുന്നില്ല. മിഡ്ഫീൽഡിലാണെങ്കിലും ദയനീയമായ അവസ്ഥയായിരുന്നു. പിന്നെ ഡാനിഷ് ഇങ്ങനെ കളിക്കുന്നുണ്ട്. വിപിനാണെങ്കിൽ പ്രിറ്റി ആവറേജ് ആയിരുന്നു. അതാണ് സിറ്റുവേഷൻ. പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം പെപ്രയൊക്കെ വന്നു, 1-2 ട്രൈ ഒക്കെ നടത്തി. പക്ഷെ ഒന്നും ഗോളാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങളായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഫൈനൽ തേർഡിലെ പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ്. കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ആകെ 8 ഷോട്ടുകളിൽ നിന്നൊരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. ഗോവയാണ് 14 ഷോട്ടുകൾ അടിച്ചു, അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു. 2 ഗോളുകൾ അവർ സ്വന്തമാക്കി. പൊസഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും ബ്ലാസ്റ്റേഴ്സിനെ ഔട്ട് പ്ലേ ചെയ്ത് മുന്നോട്ട് പോകാൻ ഗോവയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടർച്ചയായുള്ള 2ാമത്തെ തോൽവിയാണ്. ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ള. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം സീസണിലെ 11ാമത്തെ തോൽവിയാണ്. 11 മത്സരങ്ങളൊക്കെ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയെങ്കിലും പരമാവധി തോൽവിയൊക്കെ ഒഴിവാക്കി ഒരു കുറച്ചെങ്കിലും ഒരു ഡീസൻറ്റ് ഫിനിഷ്, അതേ ഇനിയിപ്പം മുന്നിലുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.